Hello friends, welcome to FuelandMiles. I am a different bike. I am a friend who has a sports bike. But I have a wife and friends who sports bike. I have a seat, back seat, sleek. That's fully track bike, sports bike. But our market is sports tourer bike. That's a bike I am Evolution. This is Kawasaki Ninja 1000. This is a sports tourer. This is designing a sports bike designing. But it is a touring bike. This touring bike has many benefits. Riders have sports bike lean ride. But sports tourer bike is steady ride. Long ride touring back seat. Back wide seat Kawasaki Ninja 1000. Kawasaki designing aerodynamic shape designing color. Sports bike Kawasaki is green color. But this green color is different. H2 Kawasaki 1000 this green color. That's a silver patch. In the light, this light aerodynamic shape. In the light with LED light. Dual disc Kawasaki Ninja 1000 provide. Now Kawasaki windshield 3 adjust. Here we low position, middle position, upper position. This upper position is touring useful. Chest leg middle city ride useful. Low mode sports mode track useful. Adjustable. Now sports tourer in the seating position. We have a height position. We have a sports file. This is seating, upper seating. We have touring. In the tank. This is junky tank. This is 20 liters in the tank capacity. 23 mileage company. The engine is inline 4 engine. 1000cc 142 bhp 111 nm inline 4 Kawasaki engine sound is feel dual exhaust ride this ride enjoy engine sound exhaust sound start inline 4 sound This is my friend Abin. I am a ride. Abin is bike owner. Abin is a bike. Adim Harley Street. That is Street Bob. That is GSA. That is Kawasaki. Why Kawasaki select? Hi friends. Normally, we have 3 years, 8 years ride. That's experience normally 4 different bikes, different segments. I have superbike, a major CC superbike engine, Street 750 Harley Davidson. That's the superbike. That's a accelerating performance, a engine. But there are drawbacks. The seat is very back, the braking is poor. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടുന്ന് നെക്സ്റ്റ് അപ്ഗ്രേഡ് ഹാർലി തന്നെയായിരുന്നു സ്ട്രീറ്റ് ബോബ് ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് ബോബ് അത് വന്നപ്പോഴത്തേക്ക് ഇതിൽ 2-3 പ്രശ്നങ്ങൾ മാറി സീറ്റ് കുറച്ചുകൂടെ വലുതായി നമുക്ക് ബാക്കിലത്തെ ആൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി പറഞ്ഞ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനാണ് മേജർ ഡിഫറൻസ് വന്നത് സ്ട്രീറ്റ് ബോബിലേക്ക് വന്നപ്പോൾ ഹീറ്റ് ഭയങ്കര കൂടുതലായിരുന്നു എഞ്ചിന്
അതുപോലെ തന്നെ സസ്പെൻഷൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. നമ്മൾ ചെറിയ കുഴിയിലൊക്കെ വീഴുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ബാക്കിൽ ആ കൊള്ളുന്ന ഒരു ഫീൽ കിട്ടും. അവിടെ നിന്ന് പിന്നെ അപ്ഗ്രേഡിലേക്ക് പോയത് GS-ലേക്കാണ്. വേറൊരു സെഗ്മെന്റിലേക്ക് തന്നെ പോയി. അവിടെ വന്നപ്പോൾ മറ്റ് പല കാര്യങ്ങളും ഈ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി. അതായത് കംഫർട്ടിന് മാക്സിമം കംഫർട്ട്, നമുക്ക് സസ്പെൻഷൻ, ബെസ്റ്റ് സസ്പെൻഷൻ, അത് സെമി ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആയിരുന്നു. അത് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ബോക്സർ എഞ്ചിനാണ് GS-ൽ വരുന്നത്. പക്ഷേ അവിടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത് എഞ്ചിൻ്റെ പവറാണ്. അത് കുറച്ച് ലീനിയർ ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് അതും കുറച്ച് ലീനിയർ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ സ്പോർട്സ് ബൈക്ക് ഇതിൻ്റെ ഇടയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സ്പോർട്സ് ബൈക്ക് മൈൻഡിൽ നിന്ന് പോകുന്നില്ല, ആ പവർ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ടൂർ പോവുകയും ചെയ്യണം, എന്നാൽ എനിക്ക് ആ പവർ വേണം. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ സ്പോർട്സ് ടൂറിംഗ് സെഗ്മെൻറ്റിലെ Ninja 1000. ഇതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് പവറും ഉണ്ട്. ഈ പറഞ്ഞ മറ്റു ഡ്രോബാക്സ് ഇല്ല. കംഫർട്ടബിൾ സീറ്റുണ്ട്, സസ്പെൻഷൻ നല്ലതാണ്, നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. അങ്ങനെയാണ് ഇതിൽ വന്ന് പെട്ടത്. അതെ. അപ്പോൾ പിന്നെ എനിക്ക് അഭിനോട് ചോദിക്കാനുള്ളത് ഇൻലൈൻ 4 എഞ്ചിനെ കുറിച്ച്. ഞാൻ ഇൻലൈൻ 4 എഞ്ചിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ ഈ എഞ്ചിൻ എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു പറയാനായിട്ടുള്ളത്? നിർമ്മൽ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസും ഇൻലൈൻ 4 എഞ്ചിൻസിൻ്റെ ഫാൻസാണ്. ഇതിൻ്റെ സൗണ്ട് തന്നെയാണ് അതിൻ്റെ ബേസിക്, അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സൗണ്ടിൽ നിൽക്കുന്നില്ല, റിഫൈൻമെൻറ്റ്. ഇൻലൈൻ 4 എഞ്ചിൻസ് എല്ലാം ഭയങ്കര റിഫൈൻഡാണ്. നമുക്ക് ഇൻലൈൻ 4 എഞ്ചിൻസ് വരുന്നത് കവാസാക്കി, ഹോണ്ട, BMW, ഇതിലൊക്കെയാണ് ബേസിക്കലി ഇൻലൈൻ 4 എഞ്ചിൻസ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും റിഫൈൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഹോണ്ട, കവാസാക്കി, സുസുക്കി ഒക്കെ അതുപോലെ റിഫൈൻഡ്. അതേപോലെ എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറവാണെന്നാണ് കവാസാക്കി, അല്ലേ? നമുക്ക് കമ്പയർഡ് ടു ഇപ്പം ഞാൻ ഉപയോഗിച്ച വണ്ടികളിൽ തന്നെ എനിക്ക് ഇതുവരെ ഞാൻ ഉപയോഗിച്ച വണ്ടികളിൽ ഏറ്റവും മെയിൻ്റെനൻസ് കോസ്റ്റും മെയിൻ്റെനൻസ് ആയിട്ടുള്ള കാര്യങ്ങളും, അതിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളോ കൺസേൺസോ ഒക്കെ വരുന്നത് ഏറ്റവും കുറവ് ഇതിലാണ്. അതുപോലെ തന്നെ അഭിന് ഞാനും കൂടി ഏകദേശം ഒരു 3 റൈഡെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഈ ബൈക്കായിട്ട് നമ്മൾ റൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ അഭിന് ഈ ബൈക്കായിട്ട് റൈഡ് ചെയ്തപ്പോൾ എന്താണ് അഭിന് മറ്റുള്ള ബൈക്കായിട്ടൊരു ഡിഫറെൻറ്റ് തോന്നാൻ കാര്യം? ഞാൻ ഉപയോഗിച്ച ബൈക്കുകളിൽ ഞാൻ ഇതിൽ ടൂർ പോകുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഡെലിവറിയാണ്. ഇപ്പോൾ ഒരു സ്ട്രെച്ച് കിട്ടുമ്പോൾ ഒരു ഹൈവേയിലേക്ക് കയറുമ്പോൾ നമുക്കൊന്ന് പവർ എടുക്കണം തോന്നുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അപ്പം തന്നെ. എന്നാൽ പക്ഷേ വൈൻഡിങ് ഒക്കെ എത്തുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സോ ഇത്തിരി മോശം റോഡൊക്കെ വന്നാലും ഒട്ടും പേടിക്കണ്ട, പോക്കോളും. അതെ, നിന്ന് പോകും. അല്ലെങ്കിൽ ഒരിടത്ത് നമ്മൾ നിർത്തിയെടുക്കണം. അത് ഞാൻ ഈ നെല്ലിയാമ്പതി റൈഡിൽ ഞങ്ങൾ കഴിഞ്ഞ മന്ത് ഞങ്ങൾ റൈഡ് പോയിരുന്നു. അത് നെല്ലിയാമ്പതി റൈഡായിരുന്നു. ഹൈവേയിൽ ഞാൻ അഭിനെ കണ്ടില്ല. ഹൈവേ എത്തിയപ്പോൾ എന്തോ വലിയ സ്വർഗം കിട്ടിയുള്ള ഒറ്റ പോക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അഭിനെ കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ പിന്നെ എനിക്ക് അഭിനോട് ചോദിക്കാന്ന് വെച്ചാൽ കവാസ ഈ ബൈക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും അഭിന് പറയാനുണ്ടോ? ഇല്ല, നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരാളെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അപ്ഗ്രേഡിംഗ് ടെൻഡൻസി എപ്പോഴും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ബെറ്റർ പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് അത് കിട്ടിയാൽ മോശമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്പോർട്സ് ബൈക്ക് എടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ അവന് വൈഫായിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവനോട് പറഞ്ഞെങ്കിൽ സ്പോർട്സ് ടൂറർ എന്ന് പറഞ്ഞൊരു മോഡൽ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അഭിന് ബാക്ക് സീറ്റിനെ കുറിച്ചുള്ള, ഇപ്പോൾ വൈഫ് ബാക്ക് സീറ്റിൽ റൈഡിനൊക്കെ കൂടെ വരാറുണ്ടല്ലോ, അപ്പോൾ വൈഫിന് എങ്ങനെയാണ് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ നേരത്ത്? ഇതിൻ്റെ നമുക്ക് ബാക്ക് സീറ്റിന് 2 അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, ബ്രോഡാണ് സീറ്റ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരാളോട് ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സസ്പെൻഷൻ സോഫ്റ്റർ ആക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഈ 4 ബൈക്കുകളിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ആൾ പറഞ്ഞത് ഈ സീറ്റിലാണ്. കംഫർട്ടബിൾ ആണെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞത്. അതിൻ്റെ റീസൺ ചിലപ്പോൾ സീറ്റിംഗ് പൊസിഷനും കൂടെ ആയിരിക്കും. GS-ൽ കുറച്ച് ബാക്കിലിരിക്കുന്ന പിലിയൻ റൈഡർ പൊങ്ങിയായിരിക്കും. പിന്നെ ഗേൾസിനൊക്കെ സ്പോർട്സ് ബൈക്ക് ആണല്ലോ ഇഷ്ടം. സൗണ്ടും ഫീലും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമുക്ക് 2020 പുതിയ മോഡൽ വന്നു. അതിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? 2020 നമുക്ക് ബേസിക്കലി മേജർ ഡിഫറൻസ് പറയുന്നത് TFT സ്ക്രീൻ ആയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. ഓക്കെ. എക്സോസ്റ്റ് ഡ്യുവൽ അല്ല, സിംഗിൾ ആണ്. അതിൽ തന്നെ പോയിട്ടാ. എന്താ വെച്ചാൽ ഈ വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം ആ ഇൻലൈൻ 4 നിന്ന് ഈ ഡ്യുവൽ എക്സോസ്റ്റിലേക്ക് വന്ന സൗണ്ട്, അത് വേറെ ഫീലിംഗ് തന്നെയാണ്. പിന്നെ റൈഡ് ബൈ വയർ ആണ്. 4 റൈഡ് മോഡ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇതിന് എനിക്ക് തോന്നുന്നു 2 റൈഡ് മോഡേ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയിട്ടുണ്ട്, ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ ബേസിക്കലി ഡിഫറൻസ് എന്ന് പറയാൻ. ബാക്കിയെല്ലാം ഫ്രെയിം, സസ്പെൻഷൻ, നമ്മുടെ എഞ്ചിൻ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കവാസാക്കി Ninja 1000 എനിക്ക് ഓപ്ഷൻസും കൂടി എനിക്കൊന്ന് കാണിച്ചു തന്നെങ്കിൽ.
അടിപൊളിയായിരിക്കും. ഈ സൈഡിൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് മോഡ് ഒരു സെലക്ടർ ബട്ടൺ, റൈറ്റ് മോഡ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, ട്രിപ്പ് മീറ്റർ അങ്ങനെയുള്ള കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു ഹസാർഡ് ബട്ടൺ വരുന്നുണ്ട്, ഹോൺ, ഇൻഡിക്കേറ്റേഴ്സ്, ഡിം ബ്രൈറ്റ്, അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവറാണ്. നമുക്ക് 5-way അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവറാണ് ഈ സൈഡിൽ. ഈ സൈഡിൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് പവർ ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ സ്വിച്ച് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ, അതുപോലെ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറാണ്. ഇതുപോലെ ഈ സൈഡിൽ 5-way അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറാണ്. നമുക്ക് ക്ലസ്റ്ററിൽ ബേസിക്കലി വരുന്നത് നമുക്ക് RPM മീറ്ററാണ് വരുന്നത്. RPM മീറ്റർ അനലോഗാണ്. ഇത് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഡിജിറ്റൽ സ്ക്രീനിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ലിവർ ഇൻഡിക്കേറ്റർ, ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, നമുക്ക് ടൈം വരുന്നുണ്ട്, അതുപോലെ ഇവിടെ നമ്മുടെ ടോട്ടൽ കിലോമീറ്റേഴ്സ്, ഫ്യൂവൽ ഗേജ്, നമ്മുടെ ഹീറ്റ്, അതുപോലെ തന്നെ മോഡ്, 2 മോഡ് വരുന്നുണ്ട്, ഫുൾ പവറും ഹാഫ് പവറും. ഫുൾ പവറും ഹാഫ് പവറും എന്താണ് പിന്നെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 142 PS ആണ് എഞ്ചിൻ. അപ്പോൾ നമ്മൾ ഫുൾ പവറിൽ ഇടുമ്പോൾ നമുക്ക് ടോട്ടൽ 142 PS ഫുൾ പവർ ഡെലിവർ ആവും. നമ്മൾ ഹാഫിലേക്ക് ഇടുമ്പോൾ 100 bhp കിട്ടുള്ളൂ. നമുക്ക് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത് കുറച്ച് പവർ കുറയ്ക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് KTRC എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ ആണ്. കവാസാക്കി ട്രാക്ഷൻ കൺട്രോൾ ആണത്. അത് 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ. അത് നമുക്ക് ഇപ്പോൾ 3 കിടക്കുന്ന 2, 1 വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഇത്രയാണ് ബേസിക്കലി നമുക്ക് വരുന്ന ക്ലസ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കവാസാക്കി ഓടിച്ചിട്ട് വരാം. എന്തായാലും ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. എന്ന് വെച്ചാൽ ഇൻലൈൻ 4 ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓ, ഇൻലൈൻ 4 എന്ന് വെച്ചാൽ വേറെ ഫീൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോണത് അത്യാവശ്യം നല്ല കട്ടറും അതേപോലെ തന്നെ ഒരു ടാറിങ് പോലും ഇല്ലാത്ത റോട്ടിൽ കൂടിയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 130 mm ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കട്ടറിൽ വീണാലോ അല്ലെങ്കിൽ ഒരു തല്ലിപ്പുള്ളി റോട്ടിലൊന്നും ഓടിച്ചാൽ പോലും നമുക്ക് വലിയ തട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. അതേപോലെ എനിക്ക് ഈ വണ്ടിയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അത്യാവശ്യം നല്ല കട്ടറുള്ള റോട്ടിൽ കൂടി ഓടിക്കുമ്പോൾ പോലും സ്പോർട്സ് ബൈക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും താഴ്ന്ന് കിടന്നുകൊണ്ട് നമ്മൾ ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹെഡാണെങ്കിൽ നമ്മൾ അത്രയും പൊക്കി വെച്ച് നമ്മൾ ഓടിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുത്തുവേനയും എല്ലാം വരും. ഇതിൽ അങ്ങനത്തെ ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. അതാണ് ഈ സ്പോർട്സ് ടൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ശരിക്കും എടുത്ത് പറയേണ്ടത് കേട്ടോ. എനിക്ക് ഒട്ടും ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നൊരു ഫീൽ തന്നെ വരുന്നില്ല. എന്ന് വെച്ചാൽ സ്പോർട്സ് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കരമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ഹാൻഡ്ലിങ് ആണെങ്കിലും നമ്മുടെ ഹെഡ് പൊസിഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. അല്ല, ഇൻലൈൻ 4 ഭയങ്കര രസം തന്നെ ഉണ്ട്. ഇൻലൈൻ 4 ആരെങ്കിലും ഓടിച്ചില്ലെങ്കിൽ ഓടിച്ചു നോക്കണം, പ്രത്യേകിച്ച് കവാസാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് എൻജിൻ, അതേപോലെ നല്ല പവറാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിന് ഇൻലൈൻ 4ൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് റൈഡ് പോകുമ്പോൾ നമുക്കിതിൽ പാനേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാനേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് അത്യാവശ്യം നല്ല ലഗേജ് തന്നെ നമുക്ക് ക്യാരി ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ പ്രീ ലോഡഡ് സസ്പെൻഷൻ. അപ്പോൾ നമുക്ക് എൻ്റെ വെയിറ്റും അതുപോലെ എൻ്റെ കൂടെ വരുന്ന ആളുടെ വെയിറ്റും നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് എല്ലാം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് റൈഡ് ഭയങ്കര കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ബൈക്ക് നമുക്ക് 100% ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബൈക്കാണ്. എന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് ടൂറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൂറിങ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ രണ്ടും നമുക്ക് ഒരു ഇന്ത്യൻ റോഡിലേക്ക് പറ്റുന്നൊരു ബൈക്കാണ് സ്പോർട്സ് ടൂറർ എന്ന് പറഞ്ഞത്. അതേപോലെ നമുക്ക് അബിൻ നല്ലൊരു റിവ്യൂ ആണ് നമുക്ക് ഈ ബൈക്കിനെ കുറിച്ച് നമുക്ക് തന്നത്. എല്ലാം A to Z വരെ നമുക്ക് അബിൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു ബൈക്കായിട്ടോ അല്ലെങ്കിൽ ടൂറിങ് വീഡിയോ ആയിട്ടോ നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.